വളരെ എളുപ്പത്തിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 കപ്പ് ഇഡ്ഡലി റൈസ്, 1/2 കപ്പ് ഉഴുന്ന് എന്നിവ നന്നായി വാഷ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 5 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം. നമ്മുടെ അരിയും ഉഴുന്നും ഇപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. കുതിർത്തിയെടുത്ത ഉഴുന്നും അരിയും ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചോറ് കൂടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഞാനിവിടെ അരിയും ഉഴുന്നും കുതിരാൻ വേണ്ടി വെച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. മാവ് ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ വേണം അരച്ചെടുക്കാൻ. ഈ മാവ് ഒരു 12 മണിക്കൂറോളം പൊങ്ങാൻ വേണ്ടി മാറ്റിവെക്കാം. ഓരോ സ്ഥലത്ത് ചൂടിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം വരും. നമ്മുടെ മാവ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 10-15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഇഡ്ഡലി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു വൈറ്റ് ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 4-5 ചുവന്നുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. നമുക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അരച്ചു വെച്ച തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ ഇഡ്ഡലിയും ചട്നിയും റെഡി.